ഹേ ഗൈസ്, നമ്മൾ ഇതുവരെ ചെയ്ത ഓട്ടോമേഷൻസും കാര്യങ്ങളെല്ലാം ഓരോ ക്രോം എക്സ്റ്റൻഷനും അതുപോലെ തന്നെ ഓരോ സോഫ്റ്റ്വെയറുകളൊക്കെ വെച്ചിട്ടാണ്. ഇനി അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എങ്ങനെ ആക്കാം, അതായത് എങ്ങനെയാണ് ക്രോം എക്സ്റ്റൻഷനും സോഫ്റ്റ്വെയറൊക്കെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ നമ്മുടെ സിസ്റ്റം ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടായിരിക്കും. ഈ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പം അതിൽ ഫസ്റ്റ് തന്നെ ഒരു കോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ കാണാം. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നമുക്ക് വേണ്ട ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത എല്ലാ ക്രോം എക്സ്റ്റൻഷൻ ആയാലും സോഫ്റ്റ്വെയർ ആയാലും ഇതിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഓക്കെ, 1 by 1 ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ ഇതാണ് നമ്മൾ ഡ്രൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെ സിപ്പ് ഫോർമാറ്റിലാണ് കിടക്കുക. ഓക്കെ, ഞാനിപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തതെല്ലാം പുതിയൊരു ഫോൾഡറിലേക്ക് മാറ്റി ചെയ്യാൻ പോവാം. നമുക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടേത്. എന്നിട്ട് ഈ സിപ്പ് ഫോർമാറ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ സൈൻ ശ്രദ്ധിച്ചോ നിങ്ങൾ? നമ്മുടെ സാധാ ഫോൾഡർ പോലെയല്ല, കണ്ടോ? ഇതിനാണ് സിപ്പ് ഫോർമാറ്റിംഗ് എന്ന് പറയാം, കംപ്രസ് ചെയ്ത ഫയൽസ്. ഇതെന്ത് ചെയ്യുക, ഇതെല്ലാം നമ്മൾ 1 by 1 എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ആദ്യം കംപ്ലൈൻറ്റ് രജിസ്റ്ററിൻ്റെത് അൺസിപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കണ്ടോ? അൺസിപ്പ് ചെയ്തപ്പോൾ ഒരു നോർമൽ ഫോൾഡറായിട്ട് ഇവിടെ കിട്ടി. ഓക്കെ, സെയിം പോലെ IR ക്രിയേറ്റ് ചെയ്യാനുള്ളത് അൺസിപ്പ് ചെയ്യാണ്. അൺസിപ്പ് ചെയ്തു. ഓക്കെ, എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇത് ഇൻട്രോ കൊടുത്തു. ഓക്കെ, അതും ഫോൾഡറായി. ഇനി ഇത് നമ്മുടെ ട്രിപ്പ്, അതായത് റൂട്ട് ഒപ്റ്റിമൈസറാണ്, IR ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളത്. ഇനി ഇഷ്യൂ ആഡ് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സ്റ്റൻഷനായിട്ട് വരുന്നത്, ക്രോം എക്സ്റ്റൻഷൻ. പിന്നെ വാട്സപ്പിൻ്റെ ലൊക്കേഷൻ എക്സ്ട്രാക്ടർ എല്ലാം എന്താണ്, ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, അത് എക്സ്റ്റൻഷൻ അല്ല. അതും അതുപോലെ തന്നെ നമ്മുടെ ബിൽ മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം അത് രണ്ടും സോഫ്റ്റ്വെയർ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എങ്ങനെ ഈ എക്സ്റ്റൻഷൻ നമ്മുടെ ക്രോമിൽ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മുടെ മെയിലിൽ പോവാം, അതായത് ക്രോമിൽ പോവാം. ക്രോമിൽ പോയിട്ട് ഇവിടെ എക്സ്റ്റൻഷൻസിൻ്റെ ചിഹ്നം അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ മാനേജ് എക്സ്റ്റൻഷൻ ഇത് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ലാപ്പിൽ എല്ലാം ഏകദേശം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം റിമൂവ് ചെയ്യണോ അല്ല വേണ്ട, ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ലോഡ് അൺപാക്ക്ഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ച്, അതായത് ഫോൾഡർ ആക്കി വെച്ചിട്ടുള്ള ഇത് കണ്ടോ, ഇതിൽ പോയിട്ട് എനിക്കിപ്പോൾ എന്താ വേണ്ടത്, കംപ്ലൈൻറ്റ് രജിസ്റ്ററിൻ്റെ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഫോൾഡറും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാം KWA കംപ്ലൈൻറ്റ് ബാച്ച് രജിസ്റ്ററിന്. അത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു വെൻഡർ എന്നുള്ളൊരു ഫോമിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ഫോൾഡർ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ കണ്ടോ അവിടെ KWA ബാച്ച് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യുക. ഇനി നമ്മൾ നേരെ അക്കുലൂം അടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്ക് എന്ത് വരും, കംപ്ലൈൻറ്റ് ബാച്ച് രജിസ്റ്റർ ഇവിടെ നമുക്ക് ആക്റ്റീവായി കിട്ടും. ഇതുപോലെയാണ് ബാക്കി എല്ലാ എക്സ്റ്റൻഷൻസും ആഡ് ചെയ്യേണ്ടത്. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. സെയിം പ്രൊസീജിയർ തന്നെയാണ്. മാനേജ് എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്യുക, ലോഡ് അൺപാക്ക്ഡിൽ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചത്, നമ്മൾ നേരത്തെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു, ഇനി IR ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുക.
IR ക്രിയേറ്ററിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. IR ക്രിയേറ്റർ 1.0.5 ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഫോൾഡർ കൊടുക്കുക. ഓക്കെ, ഇപ്പം എന്തായി? IR ക്രിയേറ്റർ ഇത് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചതാണ്. IR ക്രിയേറ്റർ ഇവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ അടുത്തത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോൾഡറിൻ്റെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇനി എന്താ? എസ്റ്റിമേറ്റ് ക്രിയേറ്റർ ഓപ്പൺ ചെയ്യുക. സെലക്ട് ഫോൾഡർ കൊടുക്കുക. എക്സ്റ്റൻഷൻ ലോഡഡ്. സെയിം. ഇനി എന്താണ് അടുത്തത് വേണ്ടത്? ഇതുപോലെ ഇഷ്യൂ ഓട്ടോമേറ്റർ എടുക്കുക. ഇഷ്യൂ ഓട്ടോമേറ്റർ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. സെലക്ട് ഫോൾഡർ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് എക്സ്റ്റൻഷൻസ് എല്ലാം ആഡ് ചെയ്യുക.